നമുക്ക് ഒരു ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഇത്രയും നാളും ഗ്യാസിലാണ് വെച്ചല്ലേ, ഇന്ന് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഞാൻ അടുപ്പിൽ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി വെള്ളം വറ്റി വരുന്നുണ്ട്. അപ്പം അടുപ്പിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം വലിഞ്ഞോളും. അതിനുശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ക്യാബേജ് തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. അതിലേക്ക് നന്നായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ കടുക് വറുക്കുമ്പോൾ ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല. പക്ഷേ ഇന്ന് ഞാനിവിടെ ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജിൻ്റെ തോരനാണ്. അപ്പം ഇത് എങ്ങനെ ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം എന്ന് നമുക്കിവിടെ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് കടുകാണ്. കടുക് നമ്മൾ ചേർത്ത് കൊടുക്കുക. അടുപ്പിലായതുകൊണ്ട് തന്നെ എണ്ണ പെട്ടെന്ന് ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ കടുക് ചേർത്ത് കൊടുത്തു. ഇനി ആ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, നമുക്ക് അതുപോലെ തന്നെ ഈ കടുക് പൊട്ടിക്കഴിയുമ്പം ഉഴുന്ന് വീട്ടിലുള്ളവർക്ക് ഒരു ചെറിയ പിടി ഉഴുന്ന്, ഒത്തിരി വേണ്ട, ഈ കടുകിടുന്ന പോലെ തന്നെ ഉഴുന്നും അതേ അളവിൽ തന്നെ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് ചേർത്ത് കൊടുത്ത് അതൊരു ലൈറ്റ് ബ്രൗൺ ആണ്. അപ്പം കരിഞ്ഞു പോകല്ല. ഒന്നുകിൽ പച്ചമുളകും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം അത് പൊട്ടിയതിന് ശേഷം ഉഴുന്നിട്ട് കൊടുക്കുക. കാരണം ഉഴുന്ന് പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതനുസരിച്ചിട്ട് ചേർക്കുക. കുറച്ച് ഈ ഉഴുന്ന് ചേർക്കുന്നത് നല്ല ടേസ്റ്റിയാണ്. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല ഉഴുന്ന് ചേർക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ആ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും ക്യാബേജ് തോരന്. അപ്പം ഈ കടുക് പൊട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പം ഞാൻ ഇവിടെ ഉഴുന്ന് ചേർക്കുന്നില്ല, നിങ്ങൾ ഉഴുന്നും കൂടെ ചേർത്ത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പം കടുക് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ആ 2 പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പം നമ്മുടെ പച്ചമുളക് ഇട്ടു. ഇനി ഞാൻ ഇതിലേക്ക് കറിവേപ്പിലയാണ്. ഞാൻ 2 തണ്ട് കറിവേപ്പില അത് ഊരിയെടുത്ത് അതിൻ്റെ തണ്ടും കൂടെ ഞാൻ ഇടുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കും. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കും. അപ്പം നിങ്ങൾ ഇത് ഇത്രയും ചെയ്തതിന് ശേഷം ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് നമ്മൾ കടുക് എത്രയും എടുക്കുന്നോ അത്രയും തന്നെ ഉഴുന്നും കൂടെ എടുക്കുക. ഉഴുന്ന് പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവും. ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പം ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാബേജും ഒരു സവാളയും കൂടിയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഞാനിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഓക്കെ, നമുക്ക് ഇതിപ്പം നമ്മുടെ ഇതൊന്ന് അത്യാവശ്യം ഇതായിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് നമ്മൾ ക്യാബേജും അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും സവാളയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ചേർക്കുകയാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഗ്യാസിലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ തീ കുറച്ചിട്ടിട്ട് വെക്കുക, കരിഞ്ഞു പോകരുത് കേട്ടോ. ഇത് അടുപ്പിലാണ് ഞാനിപ്പം വെക്കുന്നത്. അപ്പം നല്ലവണ്ണം ചൂട് കിട്ടുവേ. അപ്പം നിങ്ങൾ പരുവത്തിനനുസരിച്ച് ചെയ്യുക. അപ്പം ഞാൻ ഈ ക്യാബേജും സവാളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ആ വെളിച്ചെണ്ണയിൽ കിടന്ന് അതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പം നിലവിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ഒരു സാധനവും ചേർത്തിട്ടില്ല. ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ, കടുക് വറുത്തു, ഇത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി ആ എണ്ണയുടെ ഇത് നമ്മുടെ ഈ ക്യാബേജിലൊക്കെ ഒന്ന് പിടിക്കണം. അതിന് ശേഷം ഇതൊന്ന് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. ഓക്കെ, അപ്പം അതിന് മുമ്പായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിന് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ ആ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ഒന്ന് ഇച്ചിരി ചേർത്താൽ മതി കേട്ടോ, വളരെ കുറച്ച് ചേർത്താൽ മതി. അപ്പം ഞാൻ എന്തെങ്കിലും വിഷത്തിൻ്റെ ഉണ്ടെങ്കിൽ പോകും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് പുറകെ ചെയ്യാം. അപ്പോൾ ഉപ്പൊന്നും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. ക്യാബേജ് വെളിച്ചെണ്ണയിൽ ഇരുന്ന് തന്നെ അടച്ച് വെച്ച് തന്നെ വേകുക. അപ്പം ഞാൻ ഇതെല്ലാം തട്ടി പൊട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഇത് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് വീണ്ടും തട്ടിപ്പൊത്തി വെക്കുക. നല്ലവണ്ണം വേകണം. അതുവരെ നമുക്ക് ഇങ്ങനെ വേവിക്കാം. അപ്പം ഞാൻ തോരന് ആവശ്യമുള്ള തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് പൊടികളെല്ലാം
ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് നമ്മൾ കുറച്ച് അതിനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങായ്ക്കുള്ളത് മാത്രം ഇത്രേ ഇട്ടു, ആ ഒരു കുഞ്ഞു സ്പൂണിൽ ഒരു ഇത്തിരി. ഓക്കെ, ഇനി അടുത്തത് ഇട്ട് കൊടുക്കേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്. ഇപ്പം മുളക് പൊടി എരിവിനനുസരിച്ച് മുളക് പൊടി നിങ്ങൾ ചേർക്കുക. ഞാൻ ഇപ്പോൾ ഇത്രയും മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഓൾറെഡി 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനിയും ഇതിനകത്ത് വേണ്ട ഒരു പൊടി എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയാണ്. ആ മല്ലിപ്പൊടി ഞാൻ ലാസ്റ്റിലാണ് ചേർക്കുന്നത്. ഞാൻ കാണിച്ചു തരാം എപ്പോഴാണ് അത് ചേർക്കേണ്ടതെന്ന്. ആ സമയത്ത് ചേർത്താൽ മതി. പിന്നെ ഉള്ളത് ഉപ്പാണ്. ഉപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇന്ന് കഴിഞ്ഞിട്ടേ ഞാൻ നമ്മൾ അടുപ്പിൽ വെച്ച് ക്യാബേജിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അടുപ്പ് മാറ്റുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ എല്ലാം നമുക്ക് നന്നായിട്ട് കിട്ടണ്ടേ. അപ്പം ഇളക്കിയിട്ട് കൊടുക്കുക. ഇതിനകത്ത് പിന്നെ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഈ ക്യാബേജ് നന്നായിട്ട് മങ്ങി അത് നമ്മൾ നേർത്തതായി വരും കേട്ടോ. അതുവരെയും നമുക്ക് നന്നായിട്ട് വേവിക്കണം. നമ്മൾ ഈ സവാളയൊക്കെ തോരൻ വെക്കില്ലേ, ആ സമയത്ത് എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് ഇത് വെന്ത് കിട്ടും. കണ്ടു കഴിഞ്ഞാൽ ഇത് ഓണിയനാണോ അതോ ക്യാബേജ് ആണോ നമുക്ക് അറിയാൻ വയ്യാത്ത ഇതുപോലെ വരും. അതുപോലെ നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് വേവിച്ച് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിങ്ങനെ ഇളക്കി കൊടുക്കുന്നതേ ഉള്ളൂ. ഇതുവരെ ഇതിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങളും അതുപോലെ തന്നെ ചെയ്യുക. അപ്പം വേഗട്ടെ. ഇനിയും ഞാനിത് അടച്ചു വെക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അമങ്ങി കഴിഞ്ഞപ്പോൾ കണ്ടോ, നമ്മൾ ആദ്യം ഇട്ട അത്രയും ഇല്ല, അത് അമങ്ങി കഴിയുമ്പോൾ ഇച്ചിരി കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് പിന്നിടുന്നത്. പിന്നെ ഉപ്പ് പിന്നിടുന്നതാണ് നല്ലതും കേട്ടോ. ആവിയിലിരുന്ന് അങ്ങനെ തന്നെ വേഗുന്നതാണ് നല്ലത്. ഉപ്പിടുമ്പോൾ പെട്ടെന്നൊന്നും ആവിയും. അതിനേക്കാട്ടിലും നല്ലത് നമ്മൾ അല്ലാതെ സാധാരണ അടച്ചു വെച്ച് തന്നെ വേവിക്കുക. ഇത് ഒരു നന്നായിട്ട് പകുതി വേവായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കുക. ഇത്രയും കണ്ട് നിങ്ങൾ ആദ്യം ഇടുമ്പോൾ ക്യാബേജ് വെളുത്തിരിക്കില്ലേ, അതൊന്ന് മാറി ആ ക്യാബേജിനകത്തെ വെള്ളമൊക്കെ ഒന്ന് പുറത്ത് വന്ന് അതൊന്ന് അമങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും കണ്ടോ. ആ സമയത്ത് വേണം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത് ഇളക്കുകയാണ്. പിന്നെ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇതിലേക്ക് മല്ലിപ്പൊടിയാണ്. ആവശ്യത്തിന് മല്ലിപ്പൊടി, ഒത്തിരി ഇടരുത്, വളരെ കുറച്ച് മാത്രം ഇടുക മല്ലിപ്പൊടി. അപ്പം ഞാൻ കാണിച്ചു തരാം ഞാൻ എത്ര ഇടുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇത്രയും മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ സ്പൂണിൻ്റെ ഒരു 1/4 ഭാഗം മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഒത്തിരി മല്ലിപ്പൊടി ഇടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും മാത്രം ചേർക്കുക. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തട്ടി പൊത്തി ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കാൻ, മല്ലിപ്പൊടി ഒത്തിരി വാരി തൂവല്ല, വളരെ കുറച്ച് മാത്രം ചേർക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി തട്ടി പൊത്തി അടച്ചു വെക്കുക. അടച്ചു വെച്ച് അത് വീണ്ടും അവിടെ ഇരുന്ന് വേവിക്കണം. അപ്പം നമുക്ക് ഞാൻ അടച്ചു വെച്ച് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ പൊടികളിട്ട് വെച്ചിട്ടുണ്ടല്ലോ, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ 2 പൊടിയും ഇട്ട് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് ആ തേങ്ങയിൽ ഇളക്കി ആ പൊടി പിടിപ്പിച്ചതിന് ശേഷം അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ പൊടി ഇളക്കി നന്നായി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇനി ഞാൻ ഇതിൽ നമ്മുടെ ക്യാബേജിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. തേങ്ങയിലാണ് ഞാൻ ഇത് പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ ചേർക്കാം. അപ്പം ഇതൊന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതിനകത്ത് കൊടുക്കാം. ഇളക്കി ഇത് തട്ടിപ്പൊത്തി അടച്ച് വീണ്ടും വെക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലൂടെ തട്ടിപ്പൊത്തി വീണ്ടും നമ്മൾ അടച്ച് വെക്കുക. അടച്ച് വെച്ച് അവിടെ ഇരുന്ന് വേകട്ടെ. അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരൻ്റെ അടപ്പ് മാറ്റി കൊടുത്തു. ക്യാബേജ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, തോരന് വന്നിട്ടുണ്ട്.
അപ്പം ഇത് നമ്മൾ നിരത്തിയിട്ട് തോർത്തിയെടുക്കുക ഇതുപോലെ തന്നെ. അപ്പം നന്നായി വെന്തിട്ടുണ്ട് ഇത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ക്യാബേജ് തോരന് വേണ്ടി അരിയുമ്പം ഒരേ വലുപ്പത്തിൽ തന്നെ അരിയാൻ ശ്രമിക്കുക. എൻ്റെ ഇവിടെ ചിലതൊക്കെ ഇച്ചിരി വലുതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലല്ലാതെ എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലവണ്ണം നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞ് എല്ലാം നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.